സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമല ഗോവിന്ദിൻ്റെ അനുയാത്ര, അദ്ധ്യായം 23. ഒരു ഈസിൽ ഏറ്റവും മുന്തിയ തരം ഫോൾഡിംഗ് ടൈപ്പ് ക്യാൻവാസുകൾ, ചായങ്ങൾ, ബ്രഷുകൾ, പാലറ്റുകൾ, സ്കെച്ച് പെൻസിലുകൾ, പെന്നുകൾ എല്ലാം മുന്തിയ തരം. ഏറ്റവും വില കൂടിയത്. പെയിൻറ്റിങ്ങിനുള്ള എല്ലാ വസ്തുക്കളുമുണ്ട്. എമിലി സ്വന്തം മുറിയിലേക്ക് വന്നപ്പോൾ കണ്ട സാധനങ്ങളാണിവ. എന്തിന്? ആവശ്യപ്പെടാതെ പോലും എന്തിനിങ്ങനെയെല്ലാം തരുന്നു? ഒരു ദിവസം പെട്ടെന്ന് സത്യം വെളിപ്പെടുമ്പോൾ എല്ലാം തല്ലിയുടയ്ക്കാനോ? എന്താ, എല്ലാം നിനക്കിഷ്ടപ്പെട്ടോ? പെട്ടെന്ന് മമ്മ മുറിയിലേക്ക് കയറി വന്നു. ഇഷ്ടപ്പെട്ടു. എമിലി പതിയെ തിരിഞ്ഞു. പക്ഷേ ഇത്രയും വില കൂടിയത് വേണ്ടിയിരുന്നില്ല. സാരമില്ല, നിനക്ക് വേണ്ടിയല്ലേ. വില ഒരു പ്രശ്നമല്ല. എല്ലാം ഒന്നാം തരമായിരിക്കണം എന്നെനിക്ക് നിർബന്ധമുണ്ട്. വില കുറഞ്ഞ പേപ്പറിൽ വില കുറഞ്ഞ ചായം കൊണ്ട് വരച്ചിട്ടും നിന്റെ ചിത്രത്തിന് ജീവനുണ്ട്. അതിനുള്ള അപ്രിസിയേഷനായി ഇത് കണക്കാക്കിയാൽ മതി. എന്താ? എമിലി പുഞ്ചിരിച്ചു. നിനക്ക് സമയമുള്ളപ്പോൾ വരച്ചു തുടങ്ങാം. ആദ്യം ഫെർണാണ്ടസിൻ്റെ ആ ചിത്രം വരയ്ക്കാൻ ഇനിയും എന്തെങ്കിലും വേണ്ടതുണ്ടോ? പറഞ്ഞോളൂ. മമ്മ, ഇതൊക്കെ തന്നെ മതി. എന്തെങ്കിലുമൊക്കെ വരയ്ക്കണമെന്ന് അല്ലാതെ ഒരാളെ വരയ്ക്കാനും മാത്രമൊന്നും. സാരമില്ല, നിന്റെ കഴിവ് നീ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഞാൻ മനസ്സിലാക്കുന്നു. വരയ്ക്കുക. പോരായ്കയുണ്ടോ എന്ന് അത് കണ്ടതിന് ശേഷം തീരുമാനിക്കാം. എമിലി മറുത്തു പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൾ പറഞ്ഞു, ഒരാളുടെ ഫോട്ടോയാകുമ്പോൾ എണ്ണച്ചായയിൽ വരയ്ക്കണം. എനിക്കത്ര വൈദഗ്ധ്യം പോരാ, അതാണ് പറഞ്ഞത്. നീ വരച്ചോളൂ എമിലി. മമ്മ പുഞ്ചിരിച്ചു കാട്ടി. പുഞ്ചിരിയോടെ തന്നെ പുറത്തേക്കിറങ്ങുകയും ചെയ്തു. എമിലി മാനസികമായി തന്നെ നല്ല തയ്യാറെടുത്തു. ഈസിന്മേൽ ക്യാൻവാസ് വെച്ച് അവൾ യോജിച്ച ചായക്കൂട്ടുണ്ടാക്കി. മനസ്സിൽ പപ്പയുടെ മുഖം ജ്വലിപ്പിച്ചു. ഒരിക്കലും നേരിൽ കണ്ടിട്ടില്ലാത്ത പപ്പ. പക്ഷേ ക്ഷണക്കത്തിൽ കണ്ട ആ ഒരു ഫോട്ടോ 1000 പതിപ്പുകളായി എമിലിയുടെ മനസ്സിൽ അങ്ങനെ തന്നെയുണ്ട്. ആ പതിപ്പുകളിൽ നിന്ന് അവൾ ക്യാൻവാസിലേക്ക് സ്കെച്ചിട്ടു. പിന്നെ ചായക്കൂട്ടുകൾ ബ്രഷിലാക്കി മെല്ലെ നിറം കൊടുത്തു. ദിവസങ്ങൾ നീങ്ങിയപ്പോൾ ഫെർണാണ്ടസിൻ്റെ മുഖം ക്യാൻവാസിൽ നിറഞ്ഞു നിന്നു. പുഞ്ചിരിയോടെ, ജീവൻ തുടിച്ച്. ഒരു ദിവസം മമ്മ ചിത്രം കാണാൻ വന്നു. എമിലി പ്രതീക്ഷിച്ചതിലേറെ പ്രസന്നമായി മമ്മയുടെ മുഖം. ഒരു വിദഗ്ധനായ ആർട്ടിസ്റ്റിൻ്റെ കഴിവിൻ്റെ അത്രയും നീ എത്തിയിട്ടില്ല. എന്നാലും ഞാൻ പ്രതീക്ഷിച്ചതിലും ഉയർച്ചയുണ്ട്. നന്നായിട്ടുമുണ്ട്. കുറേ വരയ്ക്കുമ്പോൾ നീ മെച്ചപ്പെടും. അല്ലെങ്കിൽ നിനക്ക് ഏതെങ്കിലും ഒരു വിദഗ്ധനായ ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് കുറച്ച് പ്രാക്ടീസ് എടുക്കാം. എന്താ? അതൊന്നും വേണ്ട, എമിലി തിടുക്കത്തിൽ പറഞ്ഞു. ഞാനിതൊരു പ്രൊഫഷനാക്കുന്നില്ലല്ലോ. നിൻ്റെ ഇഷ്ടം. എമിലി ചിരിച്ചു കാട്ടി. നീ കഴിഞ്ഞ ദിവസം നമ്പർ 2-ൽ ചെന്നപ്പോൾ ഏഞ്ചൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പറഞ്ഞോ? എമിലി വിളറിപ്പോയി. അവൾ നല്ല കുട്ടിയാണ്. വിശാലമാണ് മനസ്സും. എനിക്കറിയാം. പാവം. റോയിയെ കൊണ്ട് ഒരു 2ാം വിവാഹം കഴിപ്പിക്കണമെന്ന് അവൾ പലതവണ എന്നോട് പറഞ്ഞു. ഈയിടെയായി അവൾ നിർബന്ധമായി പറഞ്ഞു. റോയിയോടും പറഞ്ഞു എന്നും പറഞ്ഞു. നിന്നോട് എന്താണ് പറഞ്ഞത്? എന്നോട്. എമിലി മിടയിറക്കി. എന്നോട് ഇക്കാര്യമൊന്നും പറഞ്ഞില്ല. ഞങ്ങൾ മറ്റു കാര്യങ്ങളാണ് സംസാരിച്ചത്. കള്ളം പറയുന്നതിൻ്റെ വിമ്മിട്ടം മുഖത്തു നിന്ന് വായിച്ചിട്ടാകാം. മമ്മ അവളെ ഒന്ന് ചുഴിഞ്ഞു നോക്കി. പിന്നെ മുഖത്ത് പുഞ്ചിരി വന്നു. അല്ല, നിന്നോട് പറഞ്ഞുവോ എന്നറിയാനായിരുന്നു. സ്വന്തം ദുഃഖങ്ങൾ പറയാൻ അവൾക്ക് ആരുമില്ല. ഒരു പക്ഷേ ഞാനും റോയിയും ഒഴിച്ച് അവളുടെ വീട്ടുകാർ പോലും. മമ്മ തുടർന്നു. പാവം, 1.5 വർഷം കൊണ്ട് അവളിലൂടെ ഇവിടുത്തെ കുറേ പണം ചോർത്തിയെടുത്തു അവർ. അറിഞ്ഞിട്ടും ഞാനത് ഭാവിച്ചില്ല, തടഞ്ഞില്ല. ഒന്ന്, സ്വത്തുക്കൾ റോയ്ക്ക് അവകാശപ്പെട്ടത്. റോയ് വഴി ഏഞ്ചലിനും. കൊടുക്കാതെ സൂക്ഷിച്ചാലും കൊടുത്തു തീർത്താലും അവർ തന്നെ അതറിയുകയും സഹിക്കുകയും ചെയ്യണം. 2, സ്വന്തം വീട്ടുകാർ പണത്തിനായിരുന്നു അവളെ ഞെരുക്കുന്നു. ആ പണം കൊടുക്കാതിരിക്കാൻ വേണ്ടി ഇപ്പുറത്തു നിന്ന് ഞാനും ഞെരുക്കരുതെന്ന് തോന്നി. അവൾ ഒരു തരത്തിലും വിഷമിക്കരുതെന്ന് ഞാൻ ആഗ്രഹിച്ചു. കാരണം അവളെ ഞാൻ എൻ്റെ മരുമകളായിട്ടല്ല, മകളായിട്ടാണ് സ്നേഹിച്ചത്. ആദ്യമായി എമിലി കണ്ടു മമ്മായുടെ കണ്ണുകളിൽ നനവ്. അവൾ അത്ഭുതം കൊണ്ടു. ഈ സ്ത്രീ ഇത്രയ്ക്കേ ഉള്ളോ? ഈ മനസ്സ് ഇത്ര അനുതാപമുള്ളതോ? ഈ ഹൃദയം ഇത്ര തരളിതമോ? മരുമകളുടെ വീട്ടുകാർ പണം തട്ടിയെടുക്കുന്നതറിഞ്ഞിട്ടും മരുമകളുടെ മനസ്സ് വേദനിക്കാതിരിക്കാൻ തടയാതിരുന്ന അമ്മായിയമ്മ. സത്യമോ? കള്ളം, പച്ചക്കള്ളം, എല്ലാം കള്ളം. സ്വത്ത് ഭാഗിച്ചു പോകുമെന്ന് ഭയന്നവർ സ്വന്തം ഭർത്താവിനെ കൊല ചെയ്തു. ചോര പുരണ്ട കൈകളാണവർ. കറുത്ത കണ്ണുകളും ദുഷിച്ച ഹൃദയവുമാണവർക്ക്.
എല്ലാം മൂടി വയ്ക്കാൻ വേണ്ടി കള്ളം പറയുന്നു. കള്ളം എന്തിന്? എമിലി ആലോചിച്ചു. തന്നോട് ഇവർ കള്ളം പറയുന്നത് എന്തിന്? എന്തു നേടാൻ വേണ്ടി? ഉടൻ തന്നെ ഉത്തരവും കിട്ടി. സംശയമെന്ത്? ഇത്ര നല്ലവളായ എൻ്റെ മരുമകൾ സ്ഥാനത്തേക്ക് 2ാം ചാൻസ് നിനക്ക് നൽകുന്നു. നീ മടിക്കാതെ വരിക, ഏറ്റെടുക്കുക. നിന്നെയും ഞാൻ എൻ്റെ മകളായി തന്നെ സ്വീകരിക്കും. നിന്റെ മാതാപിതാക്കൾക്ക് സ്വത്തുക്കൾ നിന്നിഷ്ടം പോലെ കൊടുക്കാം. നിനക്ക് വിഷമമാകുമെന്ന് കരുതി ഞാനൊന്നും പറയില്ല, തടയില്ല. ഏഞ്ചലിൻ്റെ ഒരാഗ്രഹവും ഞാൻ സാധിക്കാതിരുന്നിട്ടില്ല. മമ്മയുടെ സ്വരം വീണ്ടും. ഇപ്പോൾ അവൾ പറയുന്നത് ഒരു മരുമകളും ഇന്ന് വരെ ഒരമ്മായിയമ്മയോട് പറയാത്ത ആഗ്രഹമാണ്. അവളുടെ ഭർത്താവിൻ്റെ പുനർവിവാഹം. എമിലി മുഖം കുനിച്ചു. അതിന് ഞാൻ ഇനിയും സന്നദ്ധയായില്ലെങ്കിൽ അവൾ ജീവിച്ചിരിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ലെന്നവൾ പറയുന്നു. ഞാനും ആലോചിച്ചു. ശരിയല്ലേ? അവളെ നോക്കി നോക്കി അവളുടെ കണ്ണുനീർ തുടച്ച് സാന്ത്വനിപ്പിച്ചിട്ട് എത്ര നാൾ എൻ്റെ മകൻ കഴിയും? അവൻ ചെറുപ്പം. തെറ്റുകളുടെ പടിവാതിക്കലൂടെ കടന്നു പോകാൻ അവൻ്റെ മനസ്സും പാദങ്ങളും കുതികുത്തും മുമ്പ് അവൻ്റെ മമ്മയായി ഞാനവനെ അറിഞ്ഞിരിക്കണം. പോംവഴി കണ്ടെത്തണം. ശരിയല്ലേ? എമിലിയുടെ കണ്ണുകൾ താൻ വരച്ച പപ്പയുടെ ചിത്രത്തിലേക്ക് നീണ്ടു. പപ്പ, ഇത് കേൾക്കുന്നുണ്ടോ? ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്? ഞാൻ അങ്ങനെ ഈ ഊരാക്കുരുക്കിൽ നിന്ന് രക്ഷപ്പെടും. ഇനി നീ ഏഞ്ചലിനെ കാണുമ്പോൾ പറയണം മമ്മ സമ്മതിച്ചു എന്ന്. പറ്റിയ പെണ്ണിനെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് മമ്മ പറഞ്ഞു. എമിലി തലയാട്ടി. ശരി, നിന്റെ ജോലി തുടരട്ടെ. മമ്മ മെല്ലെ നടന്നു മുറിക്ക് പുറത്തേക്ക്. എമിലി ഒരു നെടുവീർപ്പോടെ തിരിച്ച് ചിത്രത്തിലേക്ക് നോക്കുമ്പോഴേക്കും മമ്മ തിരിച്ചെത്തി. നിന്റെ മമ്മിയുടെ അസുഖം ഭേദമായോ? എമിലി വിളറി. അസുഖം ഭേദമാകുമ്പോൾ അവർ ഇവിടെ വരുമെന്നല്ലേ നീ പറഞ്ഞത്? ആ, യാത്രയ്ക്ക് വൈകിയെങ്കിൽ നമുക്കവിടെ പോയി കാണാം. വേണമെങ്കിൽ നിന്റെ നാടൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് കാണാമല്ലോ. റോയിയെയും കൂട്ടാം. ഈശോയെ, എമിലിക്ക് നാവിറങ്ങി. എന്തു ന്യായം പറഞ്ഞു മുടക്കും? എമിലി വല്ലാതെ പരിഭ്രമിച്ചു പോയി. എല്ലാം കുഴപ്പത്തിലേക്കാണ് നീങ്ങുന്നത്. ഒടുവിൽ വലിയ കൊടുങ്കാറ്റാകും, ഭീകര ദുരന്തമാകും. തീർച്ച. എമിലി അത് കാണുന്നു, എല്ലാം കാണുന്നു. എല്ലാ നാശങ്ങളും എമിലി സ്വയം വരുത്തി വയ്ക്കുന്നു. തൻ്റെ ജീവന് മാത്രമാകില്ല നാശം. തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, എന്നെന്നും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മമ്മിക്കും സ്വന്തം മകളെപ്പോലെ ലാളിച്ച് ഓമനിച്ച് വളർത്തിയ പപ്പയ്ക്കും നാശമാണ്. ജീവനാണ് പിഴുതെറിയുക, ജീവൻ. തടയാൻ എന്താണ് വഴി? വഴി കണ്ടെത്തിയേ തീരൂ. മനസ്സ് വല്ലാതെ അസ്വസ്ഥമാവുകയായിരുന്നു. രാത്രിയിൽ ഉറങ്ങാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഭീകരമായ ഒരുപാട് സ്വപ്നങ്ങൾ, ഒരുപാട്. എമിലി പലതവണ ഞെട്ടിയുണർന്നു. കിതപ്പോടെ ചുറ്റും നോക്കി. ഏതോ വലിയ പാറയുടെ വിള്ളലിലൂടെ എമിലി ഊർന്ന് കീഴോട്ട് പതിക്കുന്നു. എമിലിയുടെ കഴുത്തിൽ കയർ ചുറ്റി ആരോ വലിക്കുന്നു. അത്യഗാധകത്തിലേക്ക് ആരോ എടുത്തെറിയുന്നു. മൂർച്ചയുള്ള വാൾത്തല കൊണ്ട് ഹൃദയം കുത്തിപ്പിളർക്കുന്നു. അങ്ങനെ ഭയപ്പെടുത്തുന്ന ദുസ്വപ്നങ്ങൾ. പുലർച്ചെ തന്നെ എമിലി കുളിച്ചൊരുങ്ങി മെല്ലെ അവൾ പള്ളിയിലെത്തി. ഒറ്റ ഞായറാഴ്ചയും എമിലി പള്ളിയിൽ പോക്ക് മുടക്കിയിട്ടില്ല. ലാസർ അച്ഛന് എമിലിയെ വളരെ ഇഷ്ടമാണ്. വീട്ടുവിശേഷങ്ങളും ഓഫീസ് വിശേഷങ്ങളും ചോദിക്കും. എമിലി ചെല്ലുമ്പോൾ ലാസർ അച്ഛൻ മദ്ബഹായിൽ തന്നെ പ്രാർത്ഥനയിലായിരുന്നു. പ്രാർത്ഥന കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ അവൾ പറഞ്ഞു, അച്ചോ, ഞാൻ വല്ലാത്ത ദുസ്വപ്നങ്ങൾ കാണുന്നു. വല്ലാതെ ഭയമാകുന്നച്ചോ. രാത്രിയിൽ കണ്ണടയ്ക്കുമ്പോഴേക്കും 4 ചുറ്റും അരൂപികൾ, ശബ്ദങ്ങൾ. എമിലി സങ്കടപ്പെട്ടു. എൻ്റെ കുഞ്ഞേ, ലാസറച്ചൻ അവളെ തലോടി. പുഞ്ചിരിയോടെ പറഞ്ഞു, നീ ഇത്തിരി നല്ല പെൺകുട്ടിയാണെന്നും ധൈര്യവതിയാണെന്നുമല്ലേ ഞാൻ കരുതിയത്. പക്ഷേ നീ ഇത്ര സില്ലിയായി പോയല്ലോ. എമിലി മുഖം കുനിച്ചു. നിന്റെ മനസ്സ് അസ്വസ്ഥമാണ്. നിന്നെ എന്തൊക്കെയോ വല്ലാതെ അലട്ടുന്നുണ്ട്. അതാണ് ഭയത്തിനും ദുസ്വപ്നത്തിനും കാരണം. പറയൂ, എന്താണ്? അത് ഒന്നുമില്ലച്ചോ. എമിലി വിമ്മിട്ടപ്പെട്ടു. ലാസറച്ചൻ്റെ മുഖത്ത് അവളുടെ കള്ളത്തരം കണ്ടുപിടിച്ചു എന്ന മട്ടിൽ ചിരി പരന്നു. അച്ഛനോട് കള്ളം പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ടവൾക്ക്. മാപ്പാക്കണേ ഈശോയെ, തുറന്നു പറഞ്ഞു പോയാൽ. വേണ്ട, ആരും അറിയണ്ട, ആരും. വരൂ. അച്ഛൻ അവളെ മദ്ബഹായിലേക്ക് അരികിലേക്ക് നയിച്ചു. അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. തലയിൽ കൈവച്ചു. അവളുടെ നെറ്റിമേൽ കുരിശു വരച്ചു. പ്രാർത്ഥിച്ചു. പൊയ്ക്കോളൂ, ഇനി നീ സുഖമായി കിടന്നുറങ്ങും. ദുസ്വപ്നങ്ങളൊന്നും കാണാതെ തന്നെ. അവൾ സ്തുതി ചൊല്ലിപ്പോന്നു. സത്യമായിരുന്നു അത്. അന്ന് രാത്രി അവൾ ദുസ്വപ്നങ്ങൾ കണ്ടതേയില്ല. അവൾക്ക് ആശ്വാസം തോന്നി. സന്തോഷത്തോടെയാണ് അവൾ ഓഫീസിലേക്ക് പോയതും. അന്ന് വൈകുന്നേരം എമിലി കാപ്പിയും കുടിച്ച് സ്വന്തം മുറിയിലേക്ക് വരുമ്പോൾ മമ്മ വിളിച്ചു.
ഗോവണിപ്പടിയിലൂടെ അങ്ങേറ്റത്ത് ലോണിൽ മുകളിലെ കൊളുത്തിൽ നിന്ന് ചങ്ങല തൂങ്ങിക്കിടക്കുന്ന ഊഞ്ഞാൽ കസേരയിൽ ഇരുന്നിരുന്നായിരുന്നു ആ വിളി. കസേരയോടൊപ്പം മമ്മയും ആടുന്നു. എമിലി അടുത്തു ചെന്നതും മമ്മ ഒരു ഫോട്ടോ വെച്ച് നീട്ടി. എന്നിട്ട് പതിയെ പറഞ്ഞു, ഈ ചിത്രവും ഒന്ന് ലാർജ് ചെയ്ത് വരയ്ക്കണം. അത് വാങ്ങി അവൾ നോക്കി. ഒരു പഴയ ഫോട്ടോ. അതിൽ പപ്പ, ഈ സ്ത്രീ, നടുവിൽ റോയ് സാർ. ചെറുപ്പം, വളരെ ചെറുപ്പം. ചെറുപ്പത്തിലെ ഈ സ്ത്രീ അതീവ സുന്ദരിയായിരുന്നു. ഇപ്പോൾ റോയ്ക്കുള്ളത്ര പ്രായം റോയ് സാറിന്. ക്ഷണക്കത്തിൽ കണ്ട ഫോട്ടോയേക്കാൾ ഇത്തിരി കൂടി കോമളത്വം പപ്പയ്ക്ക് തോന്നിയിരിക്കുന്നത് ഇതിലാണ്. എമിലി ആ ഫോട്ടോയുമായി ധൃതിയിൽ മുറിക്കുള്ളിലേക്ക് നീങ്ങി. അധ്യായം 24. മുറിയിലെത്തിയതും എമിലി ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി. ആ ചിത്രം ഹൃദയത്തിനുള്ളിൽ അപ്പാടെ പതിപ്പിച്ചെടുക്കാൻ എന്നതുപോലെ. ഇതിലെത്രയേറെ സുന്ദരനാണ് പപ്പ. നിറഞ്ഞ മനസ്സോടെയുള്ള പുഞ്ചിരി മുഖത്ത്. മമ്മായെ വലതുകരം കൊണ്ട് ചുറ്റിപ്പിടിച്ചിരിക്കുന്നു. മമ്മായും ചെറുപ്പത്തിൽ അതിമനോഹരിയായിരുന്നു. തൻ്റെ മമ്മിയേക്കാൾ സുന്ദരി. ഇത്രയും സുന്ദരിയായ ഒരു ഭാര്യ വീട്ടിലിരിക്കെ പപ്പ തൻ്റെ മമ്മിയുടെ അടുത്ത് വന്നത് എന്തിന്? എമിലി കൊച്ചു റോയിയുടെ ചിത്രത്തിലേക്ക് നോക്കി. എന്തോ പറഞ്ഞിട്ട് ഉറക്കെ ചിരിക്കുന്ന ഭാവം ആ കൊച്ചുമുഖത്ത്. ഇരുവരുടെയും മടിയിലാണ് കുട്ടിയുടെ ഇരിപ്പ്. അവൾ ഫോട്ടോ തിരിച്ചും മറിച്ചും നോക്കി. ആൽബത്തിൽ നിന്ന് ഇളക്കിയെടുത്തതാണ്. ആൽബം ഒന്ന് കാണിക്കാൻ പറഞ്ഞാലോ? പപ്പയുടെ വിവിധ പോസുകൾ അതിലുണ്ടാകും. വേണ്ട. ആ ചോദ്യം പോലും സംശയത്തിന് പഴുത സൃഷ്ടിച്ചാലോ? വേണ്ട. പറഞ്ഞത് ചെയ്താൽ മാത്രം മതി. അതാണ് തനിക്ക് നല്ലത്. എമിലി പിറ്റേന്ന് തന്നെ ഈസലിൽ ക്യാൻവാസ് വെച്ചു. ആ ഫോട്ടോ എല്ലാവരും ചെയ്ത് വരയ്ക്കുന്നതിൽ വ്യാപൃതയായി. ഇത്തവണ അവൾ മുറിയിലിരുന്നായിരുന്നില്ല വരച്ചത്. ഈസിലും മറ്റ് സാമഗ്രികളും ഒക്കെയായി അവൾ ഗാർഡനിലേക്ക് പോയി. പൂക്കളുടെയും സൗരഭ്യത്തിൻ്റെയും പ്രപഞ്ചത്തിലിരുന്നു കൊണ്ട് പുതിയ സൃഷ്ടിക്ക് കളമൊരുക്കി. ഓരോ ദിവസവും അവൾ ഗാർഡൻ്റെ ഓരോ ഭാഗത്തിരുന്നു. തികച്ചും ഏകാന്തത. ആരുടെയും ശല്യമില്ല. ഹൃദ്യമായ അന്തരീക്ഷം. താനെ ബ്രഷ് ചലിച്ചു പോവുകയാണ്. എമിലി മറ്റൊരു ലോകത്തായിരുന്നു. ഓഫീസ് ടൈം കഴിഞ്ഞാൽ ഓടിപ്പാഞ്ഞെത്തി ബ്രഷ് കയ്യിലെടുക്കാൻ അവൾ തിടുക്കപ്പെട്ടു. പക്ഷേ തീരെ കുറച്ച് സമയമേ കിട്ടാറുള്ളൂ. 5-നാണ് ഓഫീസ് വിടുക. ഓടി വരുമ്പോഴേക്കും 10-20 മിനിറ്റ് പോകും. ധൃതിയിൽ കുളിയും കാപ്പിയും കഴിഞ്ഞാലും 5:30-ലധികമാകും. വരയ്ക്കാൻ പറ്റിയ സ്ഥലത്തെത്തുമ്പോൾ പിന്നെയും വൈകുന്നു. ബ്രഷ് കൈക്കിണങ്ങിയാൽ ഇരുട്ടുന്നത് വരെ. ഇരുട്ട് പെട്ടെന്ന് കടന്നു വരുന്നു എന്നവൾ വല്ലാതെ പരിഭവിച്ചു പോയി തന്നോട് തന്നെ. എന്തിനാണ് ഈ ഓട്ടം? നിർമ്മൽ ഒരു ദിവസം വല്ലാത്ത പരിഭവത്തോടെ പിന്നാലെ എത്തി. അവൾ ചിരിച്ചു. വൈകുന്നേരങ്ങളിലെ ഈ നടപ്പിലെങ്കിലും എമിലിയെ കാണുകയും സംസാരിക്കുകയും ചെയ്യാമായിരുന്നു. ഇപ്പോൾ അതുമില്ല. എന്തിനാണ് ഈ പരക്കം പാച്ചിൽ? അതൊന്ന് അറിഞ്ഞാൽ നന്നായിരുന്നു. ഞാനൊരു ഒന്നാന്തരം ആർട്ടിസ്റ്റായി കഴിഞ്ഞതറിഞ്ഞില്ലേ? വാട്ട്? നിർമ്മലിന് മനസ്സിലായില്ല. പെയിൻറ്റിങ്. ആര്? മിസ് എമിലി ജോൺസൺ ദി ഗ്രേറ്റ്. അവൾ ചിരിയോടെ നെഞ്ചിൽ കൈവച്ചു. ആർ യു നോട്ട് ജോക്കിംഗ്? നിർമ്മലിന് അമ്പരപ്പ്. എമിലിക്ക് ചിത്രം വരയ്ക്കാൻ അറിയുമോ? എമിലി അപ്പോഴും ചിരിച്ചു. ആ, ഞാൻ റോയ് സാറിൻ്റെ ഫാദറിൻ്റെ ചിത്രം വരച്ചു. മമ്മ പറഞ്ഞിട്ട് ക്ഷണക്കത്തിലെ ആ ഫോട്ടോ എല്ലാവരും ചെയ്തു വരച്ചു. മമ്മയ്ക്ക് ഇഷ്ടമായി. വരയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങിത്തന്നു. ഒന്നാന്തരം പെയിൻറ്റ്, ബ്രഷ് ഒക്കെ. ഞാൻ മറ്റൊരു ഫോട്ടോയാണ് വരയ്ക്കുന്നത്. റോയ് സാറിൻ്റെ ചെറുപ്പത്തിൽ മമ്മായുടെയും പപ്പായുടെയും അരികിലിരിക്കുന്ന ചിത്രം. എനിക്ക് എമിലിയോടുള്ള സ്നേഹം ആരാധനയായി തീരുന്നു എമിലി. ആരാധിച്ചോളൂ, പക്ഷേ പ്രതിമയാക്കി ദേവാലയത്തിലിരുത്തരുത്. പ്രതിമയാക്കും, ദേവാലയത്തിലിരുത്തി പൂജിക്കും. ഇതാ എൻ്റെ ഹൃദയം എമിലിക്ക് വേണ്ടി കാത്തിരിക്കുന്നു. സിനിമ കാണാറുണ്ടല്ലേ? അവൾ ചോദിച്ചു. ഉണ്ട്. എന്താ? അല്ല, ചില മൂന്നാംകിട സിനിമയിൽ കേൾക്കാറുള്ള വാചകങ്ങൾ പോലെയായിരുന്നു. അതുകൊണ്ട് ചോദിച്ചതാണ്. എമിലി. നിർമ്മലിൻ്റെ സ്വരത്തിൽ വല്ലാത്ത വേദന. കളിയാക്കുകയാണല്ലേ? സത്യം പറഞ്ഞതെങ്ങനെ കളിയാക്കലാകും? ദേവാലയം, പ്രതിഷ്ഠ, ആരാധന, ഹൃദയം നിറയെ നീയാണ്. നീ ഇല്ലെങ്കിൽ ഈ ഭൂമിയിൽ അന്ധകാരമാകുന്നു. നീ ഇല്ലെങ്കിൽ ഞാൻ അപൂർണനാകുന്നു. ഇങ്ങനെയുള്ള വാചകങ്ങളാണ് അത്തരം സിനിമകളിൽ കേൾക്കാറുള്ളത് എന്നത് സത്യമല്ലേ? ആകാം. എന്നാൽ ഇപ്പോൾ എമിലി പറഞ്ഞതെല്ലാം എന്നെ സംബന്ധിച്ചിടത്തോളം സത്യമാണ്. എമിലി ഇല്ലെങ്കിൽ ഞാൻ അപൂർണനാണ്. ഇത് സത്യമാണ്, സത്യം. എമിലിയുടെ ചിരി മെല്ലെ മങ്ങി. എൻ്റെ അമ്മച്ചി പറഞ്ഞു ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലേക്ക് എമിലി ഒന്ന് കൊണ്ടുചെല്ലാൻ. നിർമ്മലിൻ്റെ സ്വരത്തിൽ അപേക്ഷ. എന്നാണ് എമിലിക്ക് സൗകര്യപ്പെടുക? അവൾ മിണ്ടിയില്ല. മിണ്ടാതെ നടക്കുകയാണ്.
നിർമ്മലിന് തിരിഞ്ഞ് ക്വാർട്ടേഴ്സിലേക്ക് പോകേണ്ട ഇടറോഡുമായിട്ടും എമിലി മിണ്ടിയില്ല. നിർമ്മൽ അവളെ തന്നെ നോക്കി നിന്നു. പിറ്റേന്ന് MD എമിലിയെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. തികഞ്ഞ ഗൗരവമായിരുന്നു MDയുടെ മുഖത്ത്. എമിലിക്ക് നിർമ്മലുമായി എന്താ ബന്ധം? ഒട്ടും ഒളിമറയില്ലാതെ വെട്ടിത്തുറന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ അവൾ വിളറിപ്പോയി. എന്താ ഒന്നും മിണ്ടാത്തത്? അവൾ വല്ലാതെ പരിങ്ങിപ്പോയി. സ്വയം അവൾ വിളിച്ചു, ബീരു. ഇയാളെയൊക്കെ വെല്ലുവിളിക്കാൻ പച്ചകെട്ടി ഇറങ്ങിയവളാണ് താൻ. എന്നിട്ട് ഉച്ചത്തിൽ സംസാരം കേട്ടപ്പോൾ താൻ വിറയ്ക്കുന്നു. എന്നും ഒരുമിച്ചുള്ള യാത്ര, സംസാരം, ഇത് വെറുതെ എന്ന് പറയാനാണോ ഭാവം? നിർമ്മലിന് എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു. എമിലി തല്ല് ധൈര്യം സംഭരിച്ചു പറഞ്ഞു. എനിക്ക് വേണ്ട, പറയണ്ട. ഒരു PA അർഹിക്കുന്നതിലധികം സ്ഥാനം തന്നു. എന്നിട്ടും എന്നെ വിഡ്ഢിയാക്കാൻ നോക്കുന്നോ? എമിലി സ്തംഭിച്ചു പോയി. എമിലി സ്വന്തം നിലയും വിലയും നോക്കണം. അത് മറന്നു കളയരുത്. നിർമ്മൽ ഇവിടുത്തെ ഒരു ജോലിക്കാരൻ മാത്രമാണ്. അവൻ്റെ അമ്മ ബംഗ്ലാവിലെ അടുക്കളക്കാരിയാണ്. ആ ബന്ധം എമിലിക്ക് പാടില്ല. കർശന നിർദ്ദേശം. എനിക്ക് എമിലി വാക്കുകൾക്ക് ശക്തി പകരാൻ ശ്രമിച്ചു. നോ, ഇങ്ങോട്ടൊന്നും പറയണ്ട. പാടില്ലെന്ന് പറഞ്ഞാൽ പാടില്ല. ദാറ്റ്സ് ഓൾ. വീണ്ടും ആജ്ഞ. നോ, എനിക്ക് നിർമ്മലിനെ ഇഷ്ടമാണ്. അയാൾക്ക് എന്നെയും. നിങ്ങളുടെ ബംഗ്ലാവിൽ താമസിച്ചില്ലെങ്കിലും സാരമില്ല. ഞാൻ നിർമ്മലിനെ സ്നേഹിക്കും. അങ്ങനെയൊക്കെ ഉറക്കെ പറയാനും ധിക്കരിക്കാനും അവളുടെ മനസ്സ് തിരിഞ്ഞു. നാവ് ധരിച്ചു. പക്ഷേ കഴിഞ്ഞില്ല. അത്യന്തം ഗൗരവത്തിലുള്ള MDയുടെ മുഖമോ തുളച്ചു കയറുന്ന നോട്ടമോ കർശന ഓർഡറോ അല്ല അവളെ നിശബ്ദയാക്കിയത്. പറഞ്ഞത് അവളുടെ സഹോദരനാണ്. ആ ഉത്ബോധം മനസ്സിനെ ദുർബലമാക്കുന്നു. നാവിന് ചങ്ങലയിടുന്നു. എമിലിക്ക് പോകാം. ഗൗരവം തന്നെ. അവൾ എഴുന്നേറ്റു. വല്ല വിധേനയും ക്യാബിൻ്റെ ഡോർ തുറന്ന് തൻ്റെ ക്യാബിനുള്ളിലേക്ക് നടന്നു. കടക്കുന്നതിന് മുമ്പ് അവൾ ഹാളിൻ്റെ അങ്ങേയറ്റത്തൊന്ന് നോക്കി. മറ്റു ജോലിക്കാർക്കെല്ലാം അപ്പുറം കമ്പ്യൂട്ടർ വച്ചിരിക്കുന്ന ചില്ലു ക്യാബിനുള്ളിൽ നിർമ്മലിരിക്കുന്നു. തന്നെ ശ്രദ്ധിക്കുന്നില്ല. ശ്രദ്ധ കമ്പ്യൂട്ടറിലാണ്. 2-3 ദിവസം കഴിഞ്ഞേ പിന്നെ നിർമ്മലിനെ കാണാൻ കഴിഞ്ഞുള്ളൂ. രാവിലെ വരുമ്പോൾ ക്വാർട്ടേഴ്സിൽ നിന്നുള്ള ഇടറോഡിനരികിൽ തേയിലത്തോട്ടത്തിൽ നിൽക്കുന്നു. അവളും നിന്നു. പെട്ടെന്ന് അവൾക്ക് തോന്നിയത് വാശിയാണ്. ധിക്കരിക്കാനുള്ള വാശി. കർശന ഓർഡർ. MD പദവിയിലിരുന്ന് കീഴ് ജീവനക്കാരിയെ നിയന്ത്രിക്കുന്ന ഭാവം. അത് വേണ്ട. എമിലിയോട് വേണ്ട. ഒരു നിർദ്ദേശമോ അഭിപ്രായമോ അല്ല. ആജ്ഞ. ആ ആജ്ഞ ധിക്കരിക്കണം. സഹോദരനായാലും MD ആയാലും ആജ്ഞ വേണ്ട. എമിലിയെ കണ്ടതും നിർമ്മൽ മെല്ലെ അടുത്തേക്ക് വന്നു. അയാളുടെ മുഖം വല്ലാതെ വാടിയിരുന്നു. മിഴികളിൽ നനവൂറിയിരുന്നു. എമിലി. ആ സ്വരത്തിന് പതർച്ചയുണ്ടായിരുന്നു. അവൾ അമ്പരന്ന് നോക്കി. എന്തു പറ്റി മനുഷ്യന്? എമിലി MDക്കുള്ളതാണ് അല്ലേ? എമിലി സമ്മതിച്ചു കഴിഞ്ഞോ? എന്താ ഇങ്ങനെ ചോദിക്കാൻ? എമിലി സംശയത്തോടെ ചോദിച്ചു. MD പറഞ്ഞു എമിലിയെ വിട്ടേക്കാൻ. മേലാൽ എമിലിയെ ഞാൻ ശല്യപ്പെടുത്തരുതെന്ന്. അവൾ തറച്ചു നോക്കി. ഒന്ന് പറഞ്ഞിട്ട് പിന്മാറാമെന്ന് കരുതി കാത്തുനിന്നതാണ്. ഓഹോ. എമിലിയുടെ സ്വരത്തിൽ പരിഹാസത്തിൻ്റെ വായ്ത്തല തിളങ്ങി. അപ്പോൾ നിർമ്മലിൻ്റെ ഹൃദയം എനിക്കായി കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട്, ഞാനില്ലെങ്കിൽ നിർമ്മൽ അപൂർണനാണെന്ന് പറഞ്ഞിട്ട്. അത് നിർമ്മലിൻ്റെ സ്വരം താഴ്ന്നു. ഓഹോ, ഒരാൾ അരുതെന്ന് പറഞ്ഞപ്പോഴേക്കും ഹൃദയത്തിൻ്റെ വാതിലങ്ങ് അടഞ്ഞുപോയിരിക്കും അല്ലേ? അപൂർണതയൊക്കെ വഴിമാറിപ്പോയിരിക്കും. എമിലിയുടെ സ്വരം വല്ലാതെ കലുഷിതമായി. എമിലി, നിർമ്മൽ പറഞ്ഞു. ഒരാൾ അരുതെന്ന് പറഞ്ഞത് കൊണ്ടല്ല. ഞാൻ വെറുതെ കൊതിക്കുകയാണെന്ന് എനിക്ക് തോന്നി. അധികാരം കിട്ടിക്കഴിഞ്ഞിട്ടായിരിക്കുമല്ലോ ഒരാൾ കർശന ഓർഡർ തയ്യാറാക്കുക. കിട്ടിക്കഴിഞ്ഞു എന്ന് തോന്നിയാലും ആകാം. തോന്നൽ? അതെ, കള്ളം. ഞാൻ 3.5 സെൻറ്റ് ഭൂമിയിൽ താമസിക്കുന്നവളാണ്. 3 നേരവും വയറ് നിറയ്ക്കാൻ പാടുപെടുന്ന ഒരാളുടെ മകളാണ്. നിർമ്മലിനെ പോലെ ഒരാളെപ്പോലും ആശിക്കാൻ യോഗ്യതയില്ലാത്തവൾ. അർഹിക്കുന്നതിലധികം ഒരിക്കലും എമിലി ആശിക്കാറില്ല. വച്ചു നീട്ടിയാലോ? ആദ്യം തുറന്നിട്ട ഹൃദയത്തിലൂടെ ഞാൻ കയറിപ്പറ്റി അള്ളിപ്പിടിച്ചു പോയില്ലേ, പിന്നെങ്ങനെ വെച്ച് നീട്ടുന്ന കരങ്ങളൊക്കെ കയറി പിടിക്കും? എമിലി, നിർമ്മൽ അവിശ്വസനീയതയോടെ വിളിച്ചു. അവളുടെ മുഖം പ്രകാശിച്ചു. അപ്പോൾ MD? അത് നടക്കില്ല. ആരൊക്കെ ആശിച്ചാലും എന്തൊക്കെ വെച്ച് നീട്ടിയാലും നടക്കില്ല. എനിക്ക് വിശ്വാസമാകുന്നില്ല എമിലി. ഇനിയും. എമിലി മെല്ലെ കണ്ണുകളുയർത്തി. അവളുടെ കറുത്ത കൃഷ്ണമണികളിൽ നിർമ്മൽ തൻ്റെ പ്രതിരൂപം കണ്ടു. തനിക്ക് പിന്നാലെ തേയിലത്തോട്ടത്തിൻ്റെ നിഴൽ കണ്ടു. തനിക്ക് മുകളിലെ ആകാശം കണ്ടു. അങ്ങകലെയുള്ള മലകളുടെ മുകളെടുപ്പുകൾ കണ്ടു. സൂര്യതാപമേറ്റ് ഉരുകി ആവിയാകുന്ന മഞ്ഞ നിരകൾക്കപ്പുറത്തെ വൻമലകളുടെ കൂട്ടം കണ്ടു. ലോകം തന്നെ കണ്ടു. ലോകം. അവൻ്റെ കരങ്ങൾ മെല്ലെ അവളുടെ വലതു കൈത്തലം കവർന്നു. എമിലി, ഞാൻ വിശ്വസിക്കുന്നു. പൂർണ്ണമായും വിശ്വസിക്കുന്നു.
ഇനി നമ്മൾ ഒരുമിച്ച് മാത്രം മുമ്പോട്ട്. മരണത്തിലേക്കായാലും? എമിലി ചോദിച്ചു. മരണം? യെസ്. എന്തെങ്കിലും ഒരിക്കൽ ഞാൻ കാൽ തെറ്റി ഏതെങ്കിലും കൊക്കയിൽ വീണാലോ? എൻ്റെ ഒപ്പം പോരുമോ? പോരും. ഉറച്ച സ്വരം. എമിലി ചിരിച്ചു. പിന്നെ പതിയെ പറഞ്ഞു, മിക്കവാറും കൊക്കയിലാണ് നമ്മളുടെ ഒരുമിക്കൽ. എമിലി പ്ലീസ്. ഞാൻ ചുമ്മാതെ പറഞ്ഞതല്ല എൻ്റെ പ്രാണനാഥ, ഒന്ന് വിരട്ടാൻ. അപ്പോൾ എമിലിയും കണ്ടിട്ടുണ്ട് 3-ാം കിട സിനിമ. അവൾ ഉറക്കെ ചിരിച്ചു. മമ്മ നൽകിയ കുടുംബ ഫോട്ടോ വരച്ചു തീർത്തു. ഒരു സന്ധ്യയ്ക്ക് അവൾ അതുമായി മമ്മയെ സമീപിച്ചു. ടെറസിലെ ഊഞ്ഞാൽ കട്ടിലിൽ കിടക്കുകയായിരുന്നു അവർ. അരികിൽ അവരുടെ കാലിൽ മെല്ലെ തടവിക്കൊണ്ട് താഴെയിരിക്കുന്നു ലക്ഷ്മി. മമ്മയ്ക്ക് ചിത്രം ഒരുപാട് ഇഷ്ടമായി. നീ ഒട്ടും മോശമല്ല കുട്ടി, നിനക്കിതൊരു പ്രൊഫഷനാക്കാം കേട്ടോ, മമ്മ അഭിനന്ദിച്ചു. നിനക്ക് ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടോ? ഒട്ടുമില്ല. എൻ്റെ സമയം ഇപ്പോൾ പറന്നു പോവുകയാണ്. മനസ്സിനിണങ്ങിയ പരിസരം, മനസ്സിനിണങ്ങിയ പണികൾ. ഇറ്റ്സ് വെരി പ്ലഷർ ടു മീ മമ്മ. എങ്കിൽ ഒരു ഫോട്ടോ കൂടി എൻലാർജ് ചെയ്യാമല്ലോ? മമ്മയ്ക്ക് സന്തോഷമായി. തീർച്ചയായും. എമിലിക്ക് സന്തോഷം. ലക്ഷ്മി, എൻ മുറിക്കുള്ള എൻ ഷെൽഫിലെ ഒരു തടിച്ച ബുക്കിരിപ്പ്. അന്ത ബുക്കിക്കുള്ള ഒരു ഫോട്ടോ വെച്ചിരിപ്പ്. ശീഘ്രം എടുത്തിട്ട് കൊണ്ടുവാ, മമ്മ ലക്ഷ്മിയോട് പറഞ്ഞു. ലക്ഷ്മി ധൃതിയിൽ എഴുന്നേറ്റ് പോയി. അവൾ പെട്ടെന്ന് തന്നെ തിരികെ വരികയും കയ്യിലിരിക്കുന്ന ഫോട്ടോ എമിലിക്ക് വച്ച് നീട്ടുകയും ചെയ്തു. അവൾ അത് വാങ്ങി നോക്കി. തിളച്ച ഇരുമ്പ് ഈര് ഓർക്കാപ്പുറത്ത് ഉള്ളം കൈയിലേക്ക് വീണതുപോലെ ഞെട്ടിത്തെറിച്ചു കൈകൾ പിൻവലിച്ചു പോയി. ആ ഫോട്ടോ താഴേക്ക് വീണു. അതിലുണ്ടായിരുന്നത് മേരിയും ഫെർണാണ്ടസുമാണ്. വർഷങ്ങൾക്ക് മുമ്പെന്തോ എടുത്തത്. അവരുടെ മടിയിൽ കുഞ്ഞെമിലിയും ഉണ്ടായിരുന്നു. എമിലി വിറച്ചു നിൽക്കുകയാണ്. അദ്ധ്യായം 25. എന്താ എമിലി, എന്തുപറ്റി? മമ്മ പെട്ടെന്ന് ഊഞ്ഞാൽ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. നീ വല്ലാതിരിക്കുന്നല്ലോ. മമ്മ അവളെ പിടിച്ചു. ഹേയ്, ഒന്നുമില്ല മമ്മ, ഒന്നുമില്ല. ഐ ആം ഓൾ റൈറ്റ്, ഐ ആം റൈറ്റ്. എമിലി വിക്കി. ലക്ഷ്മി, കൊഞ്ചം തണ്ണിയെട്, ശീഘ്രം കൊണ്ടാ. ലക്ഷ്മി താഴേക്കോടി. നിമിഷങ്ങൾക്കുള്ളിൽ വെള്ളവുമായി എത്തി. മമ്മ തന്നെ അവൾക്ക് വെള്ളം കൊടുത്തു. എമിലി ഒറ്റ വലിക്ക് വെള്ളം അപ്പാടെ കുടിച്ചു. അവളുടെ നോട്ടം തറയിൽ കിടക്കുന്ന ആ ഫോട്ടോയിൽ മേലായി. മമ്മ കുനിഞ്ഞ് ഫോട്ടോ എടുത്തു എമിലിക്ക് കൈനീട്ടി. വേണ്ട, നിനക്ക് വല്ലാത്ത ക്ഷീണമുണ്ട് എമിലി. ഞാൻ സ്വാർത്ഥമതിയാണ്. എന്നും അതെ, മറ്റുള്ളവരുടെ വിഷയങ്ങൾ അറിയാൻ വൈകിപ്പോകുന്നു. നീ ഓവർ സ്ട്രെയിൻ ചെയ്തു. ഓഫീസിലെ പണി കഴിഞ്ഞ് വന്ന് എനിക്ക് വേണ്ടി പെയിൻറ്റിങ്. പാടില്ലായിരുന്നു. കുറേ രൂപ മുടക്കിയാൽ ഇത്തരം പെയിൻറ്റിങ്ങൾ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ട് വരപ്പിച്ചെടുക്കാമല്ലോ. ഇനി നീ വർക്ക് ചെയ്യണ്ട, ഞാൻ വേറെ ഏർപ്പാടാക്കാം, അതുമതി, മമ്മ പറഞ്ഞു. അവർ അവളെ തലോടി. വേണ്ട, എമിലി പെട്ടെന്ന് പറഞ്ഞു. ഞാൻ വരയ്ക്കാം മമ്മ. എനിക്കതൊട്ടും സ്ട്രെയിൻ ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല, എനിക്ക് സമയം പോകാൻ അതൊരു നല്ല വഴിയാണ്. പെയിൻറ്റിങ് എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ഉള്ള ഹോബിയാണ്. ഈസിലും ക്യാൻവാസിലും ഇത്രയും നല്ല പെയിൻറ്റും ഒന്നുമില്ലാഞ്ഞിട്ടും ചിത്രരചനയിൽ തൃപ്തി അടഞ്ഞിരുന്നവളാണ് ഞാൻ. എനിക്കിപ്പോൾ ഇരട്ടി സന്തോഷമാണ്. എമിലി ആ ഫോട്ടോ വാങ്ങുക തന്നെ ചെയ്തു. നീ ഇത്തിരി ഷാട്ടിക്കാരിയാണ് കേട്ടോ എമിലി, മമ്മ പുഞ്ചിരിച്ചു. എന്തായാലും നിൻ്റെ ഇഷ്ടം പോലെ ചെയ്. എല്ലാറ്റിനും കൂടെയുള്ള പ്രതിഫലം ഒരു വലിയ പ്രസൻറ്റേഷനായി ഞാൻ കരുതിയിട്ടുണ്ട്. സമയമാകട്ടെ. തരാം. എമിലി ചിരിച്ചു കാട്ടി. വിളറിയ ചിരി. എന്താണ് സമ്മാനമെന്ന് എമിലിക്കറിയാം. ഒരിക്കലും വാങ്ങാൻ പാടില്ലാത്ത സമ്മാനം. അത് നിരസിക്കുമ്പോഴാണ് പ്രശ്നം. അതിൻ്റെ കാരണം വിവരിക്കേണ്ടി വന്നാലോ? സമ്മാനം തരുന്നതിന് പകരം ഈ ജീവൻ തന്നെ തിരിച്ചെടുക്കും. എമിലി പക്ഷേ പതറിയില്ല, ഭയപ്പെട്ടില്ല. ആ ഫോട്ടോയുമായി നടന്നു താഴേക്ക് തൻ്റെ മുറിയിലേക്ക്. മമ്മായും കൊച്ചുറോയും പപ്പായും ഒരുമിച്ചെടുത്ത ഫോട്ടോയുടെ അതേ പോസ് തന്നെ ഇനിയും. മമ്മയ്ക്കും കൊച്ചുറോയ്ക്കും പകരം തൻ്റെ മമ്മിയും തൻ്റെ ചെറുപ്പവുമാണ് ഇപ്പുറത്തിരിക്കുന്നതെന്ന് മാത്രം. ആ ഫോട്ടോ ഈ മമ്മയുടെ കയ്യിൽ ഇതെങ്ങനെ വന്നു? എമിലി ഓർമ്മിച്ചു മമ്മിയുടെ വാക്കുകൾ. ആ വീട് ആകെ താറുമാറായി കിടന്നിരുന്നു. തകർന്നു വാരിയിരുന്നു. അതിനുള്ളിൽ നിന്ന് പണവും ആഭരണങ്ങളും മാത്രമല്ല, നിന്റെ പപ്പയുടെ ഫോട്ടോ ഇരുന്ന ആൽബം പോലും നശിപ്പിച്ചു കളഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെയാണ് അവിടെ നിന്ന് കടത്തിയതാണിത്. ആൽബത്തോടെ കൊണ്ടുപോന്നോ, അതോ ഇത് മാത്രം എടുത്തിട്ട് ബാക്കിയൊക്കെ നശിപ്പിച്ചു കളഞ്ഞോ? അന്വേഷിക്കണം. എങ്ങനെയും കണ്ടെത്തണം. ആദ്യം ഈ ചിത്രം വരച്ച് പൂർത്തിയാക്കാം, എന്നിട്ട് കണ്ടെത്താൻ ശ്രമിക്കാം. അവൾ ശ്രദ്ധിച്ചു. മമ്മിയുടെ ചെറുപ്പം സുന്ദരിയാണ്. പക്ഷേ മമ്മായുടെ ചെറുപ്പത്തിലെ ഫോട്ടോയിൽ കാണുന്നത്ര സൗന്ദര്യമില്ല. പപ്പ മമ്മിയെ തോളോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു. കഴുത്തിലും കയ്യിലും കാതിലും വേണ്ടിലധികം ആഭരണങ്ങൾ. ഇരുവരുടെയും മടിയിൽ
തൻ്റെ മുഖം ചെറുപ്പത്തിലെ ഫോട്ടോയിൽ കാണുന്നത് പോലെ വൃത്താകൃതിയിലല്ല, അല്പം നീണ്ടിട്ടാണ്. അതെങ്ങനെ? ചെറുപ്പത്തിൽ വൃത്താകൃതിയിലിരിക്കുന്ന മുഖം വലുതായപ്പോൾ ഓവൽ ഷേപ്പ് വരുന്നതെങ്ങനെ? ഒരു പക്ഷേ ചെറുപ്പത്തിലെ തൻ്റെ ഫോട്ടോ താൻ വീട്ടിൽ വെച്ച് കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ താൻ തന്നെ ഈ ഫോട്ടോ തിരിച്ചറിയുമായിരുന്നില്ലല്ലോ. ജോൺസൺ പപ്പായും മമ്മിയും ഇതുപോലെ തന്നെ മടിയിൽ പിടിച്ചിരുത്തിയെടുത്ത ഫോട്ടോയുണ്ട്. താൻ അത് കണ്ടിട്ടുണ്ട്. അപ്പോഴും പറഞ്ഞു, ചെറുപ്പത്തിലെ മുഖവുമായി ഇപ്പോഴത്തെ മുഖത്തിന് എന്ത് വ്യത്യാസമുണ്ട്? ഇപ്പോഴത്തെ മുഖവും വാർദ്ധക്യത്തിലെ മുഖവും തമ്മിലും ഈ വ്യത്യാസമുണ്ടാവും. ജീവിതത്തിൻ്റെ ഘട്ടമായിട്ടുള്ള വ്യതിയാനമാണോ മോളെ ഇത്? മമ്മി ചിരിയോടെ പറഞ്ഞു തോർത്തു. അവരുടെ കുടുംബ ഫോട്ടോ വരയ്ക്കാൻ പറഞ്ഞത് മനസ്സിലാക്കാം, എമിലി സംശയിച്ചു. പക്ഷേ ഇത് എല്ലാം ചെയ്യാൻ പറഞ്ഞതെന്തിന്? അതാണ് മനസ്സിലാക്കാത്തത്. എമിലി ഒരു കാര്യം ആശ്വാസത്തോടെ ഓർമ്മിച്ചു. മമ്മിയെയോ പപ്പയെയോ ഇതുവരെ കൊണ്ടുവരാതിരുന്നത് എത്ര നന്നായി. ഈ ഫോട്ടോ കയ്യിലുള്ള ആൾക്ക് എത്രയായാലും അവരെ തിരിച്ചറിയാൻ കഴിയും, അത് തീർച്ച. പക്ഷേ എന്നെങ്കിലും ഒരു ദിവസം മമ്മ കർശന ഓർഡർ ഇടും. ഒന്നുകിൽ അവരെ വീട്ടിൽ കൊണ്ടുപോകേണ്ടതായി വരും, അല്ലെങ്കിൽ പപ്പയും മമ്മിയും ഇവിടെ വരേണ്ടതായി വരും. അന്ന് എല്ലാം പൊട്ടിച്ചിതറും. അതിനി എന്നാണെന്ന് മാത്രമേ തീരുമാനിക്കേണ്ടതുള്ളൂ. പിറ്റേന്ന് മുതൽ വൈകുന്നേരങ്ങളിൽ എമിലി പുതിയ ഫോട്ടോ വരയ്ക്കാൻ തുടങ്ങി. ഈസിലുമായി അവൾ വളരെ ദൂരം പോയി, തേയിലത്തോട്ടത്തിൻ്റെ അങ്ങേയറ്റത്തെ താഴ്വരയിൽ. ഞായറാഴ്ച പള്ളിയിൽ പോയി വന്നാൽ മുഴുവൻ സമയവും അവൾ പെയിൻറ്റിങ്ങിന് വേണ്ടി ചിലവഴിച്ചു. വളരെ പതിയെയായിരുന്നു ആ ചിത്രം വര അവൾ പൂർത്തിയാക്കിയത്. ആ ചിത്രത്തോടൊപ്പം അവൾ മറ്റൊരു ക്യാൻവാസിലും ചിത്രം വരയ്ക്കാൻ തുടങ്ങി. മേരിയും ഫെർണാണ്ടസും ഇപ്പോൾ എങ്ങനെയുണ്ട് എന്ന ചിത്രമായിരുന്നു അത്. മേരി എങ്ങനെയുണ്ടെന്ന് അവൾക്കറിയാം. ഫെർണാണ്ടസ് ജീവിച്ചിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കാം ആ രൂപം എന്നവൾ സങ്കല്പിച്ചു നോക്കി. എന്നിട്ടായിരുന്നു വരച്ചത്. അങ്ങിങ്ങായി നരയുള്ള മുടി, ലേശം കഷണ്ടി, ഇത്തിരി തടിച്ച ശരീരം, മുഖത്തിന് വലിയ വ്യത്യാസം വന്നിട്ടില്ലാത്ത രീതിയിൽ. ഇരുവർക്കും നടുവിൽ ഇപ്പോഴത്തെ എമിലിയുടെ മുഖം, മമ്മി, താൻ, പപ്പ. ആ ചിത്രം അതവൾ ഇടയ്ക്കിടെ പെയിൻറ്റ് ചെയ്തു. ഒപ്പം മമ്മ നൽകിയ ചിത്രവും. ചിത്രം വരയ്ക്കാൻ എമിലി കുന്നിൻ ചെരുവിലേക്ക് പോകാൻ തുടങ്ങിയത് മുതൽ മമ്മ ഒരു സൗകര്യം കൂടി ചെയ്തു കൊടുത്തു. വരയ്ക്കാൻ പോകുന്ന ദിവസങ്ങളിൽ അവളെ കുന്നിൻ ചെരുവിൽ കൊണ്ട് ചെന്നിറക്കുന്നതും ഇരുട്ട് തേയിലത്തോട്ടത്തിനുള്ളിൽ ചേക്കേറുമ്പോൾ അവളെ തിരികെ കൊണ്ടുവരുന്നതും ഈപ്പച്ചൻ്റെ ചുമതലയാണ്. രാത്രി സമയങ്ങളിൽ അവൾ മുറിക്കുള്ളിലിരുന്ന് വരച്ചു. ആരോരും കാണാതെ മുറി അടച്ചിരുന്നു കൊണ്ടായിരുന്നു അവൾ രണ്ടാമത്തെ ചിത്രം വരച്ചിരുന്നത്. രണ്ടും ഏതാണ്ടൊപ്പം തീരത്തക്ക വിധമായിരുന്നു അവൾ സമയം ക്രമീകരിച്ചിരുന്നത്. ഒരു ഞായറാഴ്ച ഗാർഡൻ്റെ അങ്ങേയറ്റത്ത് പനിനീർ ചെടികളുടെയും പനിനീർ പൂങ്കുലകളുടെയും ഇടയിലിരുന്നവൾ ചിത്രം വരയ്ക്കുമ്പോൾ ത്രേസി അടുത്തെത്തി. നിർമ്മലിൻ്റെ അമ്മച്ചി. മോളെ. എമിലി അവരെ നോക്കി. വിഷാദ കലുഷിതമായിരുന്നു അവരുടെ മുഖമാകെ. അത് പതിവില്ലാത്തതാണ്. ഐശ്വര്യവും സമൃദ്ധിയും നിറഞ്ഞ ഒരു മുഖഭാവമായിരുന്നു എപ്പോഴും. ഇപ്പോഴെന്തേ ഇങ്ങനെ? മോളെ ഒന്ന് കാണണമെന്ന് കരുതിയിട്ട് കുറച്ച് നാളായി. പറ്റാറില്ല. പണി ഒഴിഞ്ഞിട്ട് സമയമില്ല. അതാ മോളെ. നമ്മൾ തമ്മിൽ എന്നും കാണാറുണ്ടല്ലോ ചേട്ടത്തി, എമിലി ലാഘവത്തോടെ പറഞ്ഞു ചിരിച്ചു. ഇല്ലെന്നല്ല, അതല്ല മോളെ, എനിക്ക് മോളോട് സംസാരിക്കാനുണ്ടായിരുന്നു. പറഞ്ഞോളൂ, എമിലി ചിരിയോടെ തന്നെ പറഞ്ഞു. ചേട്ടത്തിക്ക് എന്നോടെന്തും പറയാം, എപ്പോൾ വേണമെങ്കിലും പറയാം. എൻ്റെ മുറിയിലേക്ക് വരാമായിരുന്നില്ലേ? അല്ലെങ്കിൽ പറഞ്ഞാൽ ഞാൻ ക്വാർട്ടേഴ്സിൽ വരുമായിരുന്നല്ലോ. ഞാൻ പലതവണ പറഞ്ഞു ചെറുക്കനോട്, നിർമ്മലിനോടേ, മോളെ കൊണ്ടുവരാമെന്ന് എന്ന് പറയും, കൊണ്ടുവരത്തില്ല, അത്ര തന്നെ. അവൻ്റെ കാര്യം അങ്ങനെ. നിർമ്മൽ എന്നോട് പറഞ്ഞു എന്നാണ് എൻ്റെ ഓർമ്മ. എമിലി പറഞ്ഞു. എനിക്ക് വരാൻ കഴിഞ്ഞില്ല. എമിലി പനിനീർ പൂക്കുലന്മേൽ തലോടി മെല്ലെ കുനിഞ്ഞു വാസനിച്ചു. ഹൃദയത്തെ പുളകം കൊള്ളിക്കുന്ന അതിൻ്റെ സൗരഭ്യം ആവോളം ആസ്വദിച്ചു നിന്നു. എൻ്റെ ചെറുക്കൻ പാവമാണ്. ത്രേസിക്ക് സങ്കടം മുട്ടിപ്പോയി. എമിലി പുഞ്ചിരിയോടെ ആവർത്തിച്ചു. ശരിയാണ്, നിർമ്മൽ പാവമാണ്. എമിലി സാക്കൂതം അവരെ നോക്കി. ഒന്നിലും ആശിക്കാത്തവനാണ് എൻ്റെ ചെറുക്കൻ. എന്നും ഒതുങ്ങിയേ അവൻ ജീവിച്ചിട്ടുള്ളൂ. എന്താണെങ്കിലും വേണമെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഇന്നോളമുള്ള ജീവിതത്തിൽ എൻ്റെ കൊച്ച് ആദ്യമായിട്ടാ വേണമെന്ന വാക്ക് എന്നോട് പറയുന്നത്. മോളെ അവൻ വേണമെന്ന് പറഞ്ഞത് മോളെയാണ്. ത്രേസ്യ കണ്ണു തുടച്ചു. പക്ഷേ എൻ്റെ ചെറുക്കൻ ആദ്യമായിട്ട് പറഞ്ഞ ഇക്കാര്യം പോലും സാധിച്ചു കൊടുക്കാൻ കഴിയില്ലല്ലോ എന്നാണ് എൻ്റെ സങ്കടം. ത്രേസ്യ വിങ്ങിപ്പൊട്ടുകയാണ്. മോളെ ഞാൻ കുറ്റപ്പെടുത്തില്ല. മോളുടെ സ്ഥാനത്ത് ഞാനായാലും ഇങ്ങനെ തീരുമാനിക്കൂ. റോയിച്ചൻ മോൻ ആളുപാവമാ. ഇക്കാണായ സ്വത്തുക്കൾക്കെല്ലാം അധിപൻ. ഒന്ന് കെട്ടിയെന്നോ ഒരു കുട്ടിയുണ്ടായിന്നോ കണ്ട ആരാ പറയുക?
ഞാൻ വളർത്തിയതാ. എനിക്ക് എൻ്റെ ചെറുക്കനേക്കാളും ഇഷ്ടവും സ്നേഹവും റോയിച്ചൻ മോനോടാ. അതിനൊരു സുഖം കാണുന്നതാ എനിക്കേറെ സന്തോഷവും. എന്നാലും ത്രേസ്യ മുഖവും കണ്ണുകളും തുടച്ച് സ്വയം സമാധാനിക്കാൻ ശ്രമിക്കുകയാണ്. മോൾ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ എന്തു പറയാൻ? ചേട്ടത്തി തന്നെ എല്ലാം പറയുന്നുണ്ടല്ലോ. എന്നാലും മോൾക്കൊരഭിപ്രായമില്ലേ? എല്ലാം ദൈവം തീരുമാനിക്കും, നടത്തും. ഞാനതിന് വഴങ്ങും. എൻ്റെ അഭിപ്രായത്തിന് അവിടെ എന്ത് പ്രസക്തി? എമിലി പുഞ്ചിരിച്ചു. ചിലപ്പോൾ എൻ്റെ വിധി ബംഗ്ലാവിൽ താമസിക്കാനാവും. ചിലപ്പോൾ അമ്മച്ചിയോടൊപ്പം ക്വാർട്ടേഴ്സിൽ താമസിക്കാനാവും. അതുമല്ലെങ്കിൽ ഈ തേയിലത്തോട്ടത്തിൻ്റെ ഏതെങ്കിലും ഒരറ്റത്തോ അത്യഘാതക നിറഞ്ഞ കൊക്കുകളിലോ മരിച്ചു മണ്ണടിയാനാവും. ഒന്നും നമുക്ക് തീരുമാനിക്കാനാവില്ല. എമിലിയുടെ സംസാരവും പുഞ്ചിരിമായാത്ത മുഖവും നോക്കി ത്രേസ്യ അമ്പരന്നു നിന്നു. എനിക്ക് റോയ് സാറിനെ ഇഷ്ടമാണ്, നിർമ്മലിനെയും ഇഷ്ടമാണ്. രണ്ടും രണ്ടു വിധത്തിലാണെന്ന് മാത്രം. രണ്ടു വിധത്തിലോ? ത്രേസ്യ ചോദിച്ചു. എമിലിയുടെ ചിരി അപ്പോഴും അങ്ങനെ തന്നെ നിന്നു. ത്രേസ്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ അല്ലെങ്കിൽ തന്നെ ഒരു ഭാഗ്യദോഷിയാ മോളെ. എൻ്റെ ദോഷങ്ങൾ അപ്പാടെ എൻ്റെ കൊച്ചിനെയും ബാധിക്കുക. മുട്ടിപ്പായ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ നേരെ മാത്രം മയിലാടിക്കുഴിയിലിരിക്കുന്ന കർത്താവ് പോലും കണ്ണടയ്ക്കുക. കർത്താവിന് കണ്ണടയ്ക്കാനാവില്ല ചേട്ടത്തി, എമിലി പറഞ്ഞു. എന്നും തുറന്നിരുന്ന കണ്ണുകൾ, എല്ലാം കാണുന്ന കണ്ണുകൾ, എല്ലാം അറിയുന്ന കണ്ണുകൾ. ഞാനിന്ന് ഇവിടെ കഴിയുന്നു എന്ന് തന്നെ ഏറ്റവും വലിയ തെളിവല്ലേ? ത്രേസ്യ നോക്കി. ഒരിക്കലും ഞാനിവിടെ എത്തിച്ചേരരുതാത്തതാണ്. പക്ഷേ എല്ലാം കാണുന്ന കർത്താവ് എന്നെ ഇവിടേക്ക് ക്ഷണിച്ചു. എനിക്കെല്ലാ സൗകര്യങ്ങളും തന്നു. ബാക്കി കാര്യങ്ങളും ഞാൻ കർത്താവിന് വിട്ടിരിക്കുകയാണ്. പറഞ്ഞല്ലോ, അവിടെ നിന്ന് നിശ്ചയിക്കും. ഞാൻ അനുസരിക്കും. ഒന്നു മാത്രം ഞാൻ പറയാം, ചേട്ടത്തിയുടെ മകനെ എനിക്കിഷ്ടമാണ്, ഒരുപാട് ഇഷ്ടമാണ്. ആ ഒരു മറുപടി കൊണ്ട് ത്രേസ്യയ്ക്ക് ആശ്വസിക്കാനാവുമോ? നിർമ്മലിനെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നുവെന്ന് പറഞ്ഞതുകൊണ്ടെന്ത്? റോയിയെ പോലൊരാളുടെ ആലോചന തട്ടിക്കളയാൻ മാത്രം വിഡ്ഢിത്തം ഏത് പെണ്ണിന് കിട്ടുക? അതിനുവേണ്ടി മാത്രമല്ല ആർക്കും കൊടുക്കാത്ത സൗകര്യവും സ്വാതന്ത്ര്യവും കൊടുത്ത് മമ്മ ആ കൊച്ചിനെ ബംഗ്ലാവിൽ തന്നെ പാർപ്പിച്ചിരിക്കുന്നത്. മമ്മ ആര്? താനാര്? മമ്മ മകനു വേണ്ടി ആലോചിക്കുന്നു, താനും മകനു വേണ്ടി ആലോചിക്കുന്നു. രണ്ടും തമ്മിൽ എന്തന്തരം? രണ്ടാം വിവാഹമാണ്, ഒരു കുട്ടിയുണ്ട് എന്നതൊന്നും റോയിച്ചൻ മോനെ സംബന്ധിച്ചിടത്തോളം ഒരു ന്യൂനതയേ അല്ല. തൻ്റെ മകൻ അതറിയണമായിരുന്നു. എമിലി ക്യാൻവാസിന് മുകളിൽ താഴ്ത്തിയിട്ടിരുന്ന നേർത്ത കർട്ടൻ ഒരു വശത്തേക്ക് നീക്കി വീണ്ടും ബ്രഷുമായി തിരിഞ്ഞപ്പോഴാണ് ത്രേസ്യ ആ ചിത്രം കണ്ടത്. ഫെർണാണ്ടസ് മുതലാളിയും ഒരു സ്ത്രീയും കുഞ്ഞും. മോൾക്ക് ഈ ചിത്രം വരയ്ക്കാൻ എവിടെ നിന്ന് കിട്ടി? ത്രേസ്യ അമ്പരപ്പോടെ ചോദിച്ചു. അവരുടെ അമ്പരപ്പ് ശ്രദ്ധിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, മമ്മ തന്ന ഫോട്ടോയാണിത്. ഞാനത് വലുതാക്കി വരയ്ക്കുകയാണ്. മോൾക്കറിയാമോ ഈ സ്ത്രീ ആരെന്ന്? ഇല്ല, എമിലി കള്ളം പറഞ്ഞു. ആരോടും പറയരുത്. ആർക്കും അറിയാത്ത സത്യ. മോളെന്നെ ചതിക്കുമോ? ചേട്ടത്തിക്ക് എന്നെ വിശ്വസിക്കാം, പറയൂ. അത് ഫെർണാണ്ടസ് മുതലാളി മറ്റൊരു ബന്ധമുണ്ടായിരുന്നു അങ്ങ് നാട്ടിൽ. അവരാ ഫെർണാണ്ടസ് മുതലാളിയുടെ രഹസ്യബന്ധനക്കാരി. തൻ്റെ മമ്മി. എമിലി തല കറങ്ങിപ്പോയി. അടുത്ത അധ്യായം നാളെ.